ഹലോ അസ്സലാമു അലൈക്കും. നാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മഷ്റൂം കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. മഷ്റൂം കഴുകി ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ശേഷം കറിയിലേക്ക് ആവശ്യമുള്ള ചെറിയുള്ളി തൊലി കളഞ്ഞു വെക്കാം. അരപ്പിലേക്ക് ആവശ്യമുള്ള അരമുറി തേങ്ങ, വലിയ ജീരകം, 4 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, കുറച്ച് മല്ലി എന്നിവ ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം വറവായിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ഉള്ളി 1/2 കപ്പ്, 1 വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, തേങ്ങ അരപ്പ്, കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കടുക്, ഓയിൽ ചൂടായി വരുമ്പോൾ കടുക്, കറിവേപ്പില എന്നിവ ചേർക്കുക. വറ്റൽമുളക്, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നീട് എടുത്തു വെച്ച പൊടികളെല്ലാം അതിൽ ഇട്ട് കൊടുക്കുക. നന്നായി വഴന്ന് പച്ചമണം മാറിയാൽ മഷ്റൂം അതിലേക്ക് ചേർക്കുക. ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മളുടെ പച്ചമുളക് ചേർക്കാം. എല്ലാവർക്കും എരിവിനനുസരിച്ച് അളവുകളെല്ലാം കൂട്ടും കുറക്കും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം.
കുറച്ച് ടൈം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മല്ലിയില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.